യുദ്ധപരിശീലനം നേടുന്നതിനായി ഗോക്കു കിങ്കായുടെ പ്ലാനറ്റിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി മരണാനന്തര ജീവിതത്തിലെ അതർ വേൾഡിൽ നിന്നും നാഗപാതയിലൂടെ തുടർച്ചയായി 6 മാസങ്ങളോളം ഊണും ഉറക്കവും പോലും ഇല്ലാതെ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നതും തുടർച്ചയായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായി ഗോക്കു നാഗപാതയുടെ വാലറ്റം വരെ ചെല്ലുന്നതും കിങ്കായുടെ പ്ലാനറ്റ് കണ്ടുപിടിക്കുന്നതും കായ് പ്ലാനറ്റിലേക്ക് പറന്നു ചെന്ന ഗോക്കുവിനെ അവിടുത്തെ അഗാധമായ ഗ്രാവിറ്റിയുടെ ബലം കാരണം തറയിലിടിച്ച് വീഴണ മാതിരി ഗോക്കു കായ് പ്ലാനറ്റിലേക്ക് തലയിടിച്ച് വീഴുന്നതും കായ് പ്ലാനറ്റിലേക്ക് ആകർഷിക്കപ്പെട്ട് ഉപരിതലത്തിലേക്ക് ചെന്ന് നിലം പതിക്കുന്നതും തുടർന്ന് കായോസാമയെ കണ്ടുമുട്ടുന്നതും കായ്സാമയിൽ നിന്നും യുദ്ധപരിശീലനം നേടുന്നതിനായി അദ്ദേഹം പറയുന്ന കടമ്പകൾ മറികടന്നാലേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ഓരോരോ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ബബിൾ കുഞ്ഞെന്ന കുരങ്ങിനെ പിടിക്കുന്നതിനു വേണ്ടി അതിന്റെ പിറകെ വളരെയധികം പരിഭ്രമപ്പെട്ടുകൊണ്ട് അതിശക്തമായ ഗ്രാവിറ്റിയിലൂടെ ഒത്തിയൊത്തി ഓടുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 8ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. കുറെ നാളുകളും നേരങ്ങളുമായി തുടർന്ന ബബിൾ കുഞ്ഞിനെ പിടിക്കുവാനുള്ള ഗോക്കുവിന്റെ പരിശ്രമത്തിനൊടുവിൽ ഗോക്കു വളരെയധികം ക്ഷീണിക്കുകയും വിശപ്പ് കൊണ്ട് തളർന്നു വീഴുകയും ചെയ്തതിനാൽ കെങ്കായ് ഗോക്കുവിനായി ഒരു ഉഗ്രൻ വിരുന്നൊരുക്കി കൊടുക്കുകയും ഗോക്കു വീണ് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ഒരാഴ്ചത്തേക്കിനുള്ള ആഹാരം മുഴുവൻ ഒറ്റയിരിപ്പിന് തിന്നു തീർക്കുകയും അത് കണ്ട് കെങ്കായ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. കിങ്കായിനെ ഒരു ഗോഡാണെന്ന പരിഗണന പോലും നൽകാതെ ഗോക്കു വാരി വലിച്ച് ഭക്ഷണം കഴിക്കുകയും യാതൊരുവിധ റെസ്പെക്റ്റോ ആദരവോ കൂടാതെ സാധാരണ കൂട്ടുകാരോട് സംസാരിക്കണ മാതിരി നിഷേധാത്മകമായും കേളി ചെയ്യുന്നതും പോലെയുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കിങ്കായ് വളരെയധികം വിഷമിക്കുകയും ഇവൻ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണോ എന്നോർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. ബബിൾ കുഞ്ഞെന്ന കുരങ്ങ് കേവലം ഒരു പഴം മാത്രം തിന്നുമ്പോൾ ഗോക്കു മൂക്കുമുട്ട ആഹാരം വലിച്ചുവാരി കഴിക്കുന്നു. ഭക്ഷണമെല്ലാം തീർത്ത ശേഷം ഗോക്കു നിലത്തിറങ്ങിയിരുന്ന ഒരു നിമിഷം വിശ്രമിക്കുകയും കായ്സാമ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഗ്രഹത്തിൽ ബോറടിയില്ലാതെ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചത് എന്ന് വിചിത്രമായ രീതിയിൽ കിങ്കായോട് ഗോക്കു ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ എനിക്ക് ഈ ഗ്രഹത്തിൽ ഇതുവരെയായും ഒരു നിമിഷം പോലും ബോറടിച്ചിട്ടേയില്ല. ഒഴിവു സമയങ്ങളിൽ എനിക്കിവിടെ ചെയ്യാൻ വളരെയധികം വിനോദങ്ങളുമുണ്ട്. ഭൂതക്കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പുല്ലുകൾ മൊത്തം എണ്ണിയെടുക്കുന്നതും ഈ പടമരത്തിൽ വലിഞ്ഞു കയറി ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണിയെടുക്കുന്നതും എന്റെ ഫേവറിറ്റ് ചുമന്ന കാറിൽ കയറി ഇതിലെ ഒരു റൗണ്ട് അടിച്ചു വരുന്നതും തുടങ്ങിയ എന്റെ ഹോബികൾ എന്നെ ഇവിടെ ഒരിക്കലും ബോറടിക്കാൻ സമ്മതിച്ചതേയില്ല എന്ന് വളരെ വലിയൊരു ആത്മകഥം പറയുന്ന പോലെ ഗോക്കുവിനോട് കിങ്കായ് പറയുകയും അത് കേട്ട് ഗോക്കുവിന്റെ കിളി പോയി ഗോക്കു വിചിത്രമായ രീതിയിൽ കിങ്കായിയെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. നീ നോക്കി നിന്നതല്ല മതി, പെട്ടെന്ന് പോയി ബബിൾ കുഞ്ഞിനെ പിടിച്ചോണ്ട് വരാൻ കിങ്കായ് ഗോക്കുവിനോട് പറയുകയും തുള്ളിച്ചാടുന്ന കുരങ്ങിനെ പിടിക്കാൻ തയ്യാറാകുന്ന ഗോക്കുവിനോട് നീ ഇന്നലെ ഓരി എറിഞ്ഞ നിന്റെ പാരം കൂടിയ ചെരുപ്പും വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് വേണം നീ ബബിൾ കുഞ്ഞിനെ പിടിക്കാൻ എന്ന് കിങ്കായ് പറയുന്നത് കേൾക്കുമ്പോൾ ഗോക്കു അത് കേട്ട് ഞെട്ടുകയും ഇവിടേക്ക് വരാൻ പോകുന്ന സയാന്മാരുടെ ഗ്രഹത്തിലെ ഗ്രാവിറ്റി ഈ ഗ്രഹത്തിലെ ഗ്രാവിറ്റിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് അവരുടെ മേൽ എന്തേലും ചെയ്യണമെങ്കിൽ തന്നെ ഈ ആ ഭാരം കൂടിയ വസ്ത്രങ്ങളും കൂടി അണിഞ്ഞ് പരിശീലനം ചെയ്താൽ മാത്രമേ നിന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് കിങ്കായ് പറയുകയും അത് കേട്ട് ഗോക്കു ഊരിക്കളഞ്ഞ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് കുരങ്ങനെ പിടിക്കാൻ വീണ്ടും തയ്യാറാകുകയും ചെയ്യുന്നു. മാത്രമല്ല സയാന്മാർക്ക് ജന്മസിദ്ധമായ ഫൈറ്റിംഗ് സ്കില്ലുകൾ ഒരുപാടുണ്ട്, നിനക്കവരെ തോൽപ്പിക്കാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരുമെന്ന് കിങ്കായ് പറയുമ്പോൾ അതോർത്ത് അങ്ങ് വിഷമിക്കണ്ട, ഞാനും ഒരു സയാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോക്കു കുരങ്ങനെ പിടിക്കാൻ ഓടുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന കിങ്കായ് ഷോക്ക് അടിച്ചതുപോലെ ആവുകയും ഗോക്കുവിനെ തന്നെ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വൈകുന്നേരമായിട്ടും വിശ്രമമോ ഇടവേളയോ കൂടാതെ സദാസമയവും ഗുഹാന് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന പിക്കലോയെയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഗുഹാൻ പിക്കലോയുടെ അടിത്തടവുകളെല്ലാം തടയുകയും ആഞ്ഞു വന്ന് പിക്കലോയുടെ മുഖത്തിന് നോക്കി ആഞ്ഞൊരു ഇടി ഇടിക്കുകയും ചെയ്യുന്നു. വളരെയധികം വേദന എടുത്തെങ്കിലും ഗുഹാനിൽ വളരെയധികം മാറ്റം വന്നോർത്ത് പിക്കലോ സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയം പിക്കലോ ഗുഹാനെ താടിയൊരു നദിയിലേക്ക് അടിച്ചു പറത്തുകയും ഒരിക്കലും എതിരാളികൾക്ക് സമയം കൊടുക്കരുത് എന്ന് പറഞ്ഞു ഉപദേശിക്കുകയും ചെയ്യുന്നു. ശേഷം സഹായിക്കൂ ഹെൽപ്പ് എന്ന് പറഞ്ഞു കരയുന്ന ഗുഹാനെ പിക്കലോ പൊക്കിയെടുക്കുകയും വീണ്ടും അടിച്ചു പറത്തിയ ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇവൻ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ മാത്രമാണ് ബിഹേവ് ചെയ്യുന്നത്. പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്ത് ഇവനുള്ളിൽ വരുന്ന കഴിവിന്റെ ശക്തിയുടെ 7 അയലോക്കത്ത് പോലും ഇതുവരെയായിട്ട് ഇവന് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിക്കലോ നിരാശപ്പെടുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് രാത്രി സമയമായപ്പോഴേക്കും ഗുഹാനും പിക്കലോയും ഒരു മലയ്ക്ക് മുകളിൽ കയറിയിരുന്ന് തീ കായുന്നതാണ്. ഗുഹാന്റെ മുഖത്ത് അടി കിട്ടിയതിന്റെ വളരെയധികം മുറിപ്പാടുകളും വീക്കങ്ങളും ഉണ്ടായിരുന്നു. ഗുഹാൻ ഇതേ സമയം പിക്കലോ സാൻ പറയൂ, നിങ്ങളും എന്റെ അച്ഛനും പണ്ട് അടി ഉണ്ടാക്കിയിരുന്നില്ലേ എന്ന് പിക്കലോയോട് ചോദിക്കുകയും ആ ഫൈറ്റ് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല, ഈ വരാൻ പോകുന്ന സയാന്മാരെ കൊന്നതിന് ശേഷം ഞാൻ ആദ്യം തുടരാൻ പോകുന്നത് അതുതന്നെയാണെന്ന് ഗുഹാനോട് പിക്കലോ പറയുകയും എന്നാൽ എന്റെ അച്ഛൻ പറഞ്ഞിരുന്നു പുനർജനിച്ച പിക്കലോ ഒരിക്കലും പഴയ പിക്കലോ ആയിരുന്നില്ല, അത് ശരിയാണ്, നിങ്ങളിൽ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു. നീ ഇങ്ങനെ വളുവളാന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് കിടന്നുറങ്ങൂ എന്ന് പറഞ്ഞ് ഗുഹാനെ പിക്കലോ പേടിപ്പിക്കുകയും ഗുഹാൻ അവിടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കായ് വേൾഡിൽ ഇരുന്നു കൊണ്ട് കിങ്കായ് ഫുഡ് കഴിക്കുന്നതും ഗോക്കു യാതൊരുവിധ വിശ്രമങ്ങളും ഇല്ലാതെ ബബിൾ കുഞ്ഞിനെ പിടിക്കുന്നതിന് വേണ്ടി അതിന്റെ പുറകെ തേരാപ്പാരെ ഓടിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് കിങ്കായ് ഒരു പ്ലേറ്റിൽ കുറെ ചോറും വാരിക്കൊണ്ട് ഗോക്കു നിനക്ക് വേണോ എന്ന് ചോദിച്ച് അവിടെ വന്ന് നിൽക്കുകയും ഗോക്കു ഞാൻ
ഉടൻ തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേഗത്തിൽ കുരങ്ങിന്റെ പിറകെ ഓടുകയും ചെയ്യുന്നു. ഫുഡ് കാണുന്ന ഗോകുവിന് വളരെയധികം വിശക്കുകയും പെട്ടെന്ന് ഫുഡ് കഴിക്കാനുള്ള ആക്രാന്തം കൊണ്ട് വളരെ വേഗത്തിൽ പല പല ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ബബിൾ കുഞ്ഞിന്റെ പിറകെ ഓടുവാൻ തുടങ്ങുകയും പെട്ടെന്ന് ബബിൾ കുഞ്ഞിന്റെ മുന്നിലേക്ക് ഒരു പഴം വന്ന് വീഴുകയും ബബിൾ കുഞ്ഞ് ആ പഴം എടുക്കാൻ പോവുകയും ബബിൾ കുഞ്ഞ് ആ പഴം എടുക്കുന്ന തക്കം നോക്കി ഗോകു അവന്റെ മേളിലേക്ക് ചാടി വീഴാൻ ശ്രമിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് മിന്നൽ വേഗത്തിൽ പാഞ്ഞു ഓടുകയും ഗോകു മോന്തയടിച്ച് എടുത്തല്ലോടെ വീഴുകയും ചെയ്യുന്നു. മാസങ്ങളോളം ബബിൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഗോകു അവിടുത്തെ ഗ്രാവിറ്റിയുടെ മേലെ ആധിപത്യം കൊണ്ടുവരികയും അവരുടെ വീടിന്റെ മണ്ടേക്കൂടെയും കാറിന്റെ മണ്ടേക്കൂടെയും മരത്തിന് മണ്ടേക്കൂടെയും എല്ലാം കയറി നടന്ന് പലതരത്തിലുള്ള ടാറ്റിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ബബിൾ കുഞ്ഞിനെ പിടിക്കാൻ ശ്രമിക്കുകയും ഇവർ ഓരോ വട്ടവും ചുറ്റിയോടുന്ന ഗ്രഹത്തെ തന്നെ ആയതുകൊണ്ട് ഗോകുവിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയും ബബിൾ കുഞ്ഞ് മുന്നിലോടുമ്പോൾ ഗോകു തിരിഞ്ഞു നിൽക്കുകയും എതിർദിശയിലോട്ട് പുറകോട്ട് ഓടുകയും ഗോകു എതിരിലോടി വരുന്നത് കാണുമ്പോൾ ബബിൾ കുഞ്ഞ് പേടിക്കുകയും പെട്ടെന്ന് പേടിച്ച് മുന്നോട്ട് വീണ്ടും തിരിഞ്ഞോടാൻ ശ്രമിക്കുമ്പോൾ ഗോകു വീണ്ടും എതിർദിശയിലോടി വീണ്ടും അവന്റെ മുന്നിൽ വരികയും വീണ്ടും എതിർദിശയിലോട്ട് കുരങ്ങോടുമ്പോൾ വീണ്ടും ഗോകു എതിർദിശയിലോട്ട് ഓടി വന്ന് ചാടി വീണ് പേടിച്ച് ബബിൾ കുഞ്ഞ് വീണ്ടും തിരിഞ്ഞോടാൻ ശ്രമിക്കുമ്പോൾ ഗോകു പുറകെ സ്പീഡിൽ ഓടി വന്ന് ചാടി വീണ്ടും ബബിൾ കുഞ്ഞിനെ പിടിക്കുകയും ഗോകു ബബിൾ കുഞ്ഞിനെ പിടിച്ചത് കാണുമ്പോൾ കൈയാസമ വളരെയധികം ഞെട്ടിത്തിരിക്കുകയും ബബിൾ കുഞ്ഞിനെ പിടിച്ച സന്തോഷം കൊണ്ട് ഗോകു ബബിൾ കുഞ്ഞിനെ കൈ വെച്ചുകൊണ്ട് മുകളിലേക്ക് വളരെ ദൂരെ ഉയർന്നു ചാടി കളിക്കുകയും അത് കാണുന്ന കൈയാസമ വീണ്ടും ഞെട്ടുകയും അവൻ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാവിറ്റിയെ ഓവർകം ചെയ്തിരിക്കുന്നു. അവനെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അവനെ കൊണ്ട് ഉറപ്പായും കായക്കൈൻ പഠിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് കായിസാമ വളരെയധികം സന്തോഷിക്കുകയും ശേഷം നമ്മൾ കാണുന്നത് പരിശീലനത്തിനിടയിൽ ഗുഹാനും പിക്കലോയും വളരെയധികം പൊരിഞ്ഞടി ഉണ്ടാവുകയും ഗുഹാനെ പിക്കലോ ചവിട്ടിപ്പറത്തി ദൂരെ ഒരു മലയുടെ താഴേക്ക് തെറിപ്പിക്കുകയും ഗുഹാന മലയിൽ തൂങ്ങിക്കിടക്കുന്ന കാണുന്ന പിക്കലോ അവിടേക്ക് ചെല്ലുകയും അവന്റെ കയ്യിൽ ചവിട്ടി അവനെ കൊക്കയിലേക്ക് തള്ളിയിടുകയും വളരെ താഴ്ചയുള്ള കൊക്കയിലേക്ക് വീഴുന്ന സമയം ഗുഹാൻ ഒരു മരത്തിൽ കയറി പിടിക്കുകയും ആ മരം ഒടിഞ്ഞ നേരെ മരവും ഗുഹാനും കൂടെ കൊക്കയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നു. താഴെ ചെന്ന് വീഴുന്ന ഗുഹാന് വളരെയധികം പരിക്കുകൾ പറ്റുകയും അവനോട് കിടന്ന് പൊട്ടി കരയുകയും പിക്കലോ എന്നെ രക്ഷിക്കുമെന്നും പറഞ്ഞ് സഹായം ചോദിച്ച് കരയുകയും അവൻ ഇനി സ്വയം ഇവിടെ കയറി വരുന്നിടം വരെ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ധ്യാനം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് പിക്കലോ അവിടെ ഇരിക്കുകയും ശേഷം നമ്മൾ കാണുന്നത് കാമിസാമിയുടെ ഗ്രഹത്തിൽ നിന്നുകൊണ്ട് ചെയ്യാനും ഫൈറ്റ് ചെയ്യുന്നതും ക്രില്യനും യാജിറോബിയും ഫൈറ്റ് ചെയ്യുന്നതുമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ടെൻഷിൻഖാനും കാമിയും പോപ്പോയും മാറി നിൽക്കുകയും നിരീക്ഷിക്കുകയും യാംജിയുടെയും ടിയാന്റെയും പ്രകടനങ്ങൾ കാണുന്നവർ ഇവർ രണ്ടുപേരും വളരെയധികം മുന്നത്തെക്കാളും ശക്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ഇതേ സമയത്ത് തന്നെ ക്യാപ്സൂളിനുള്ളിൽ കിടന്നിറങ്ങുന്ന രണ്ട് സയന്മാരെ കാണിക്കുകയും അവരുടെ ക്യാപ്സൂൾ വളരെ വേഗത്തിൽ ഭൂമിയെ നോക്കി ബഹിരാകാശത്തോടെ പറന്നു വരുന്നതായി കാണിക്കുകയും ശേഷം നമ്മൾ കാണുന്നത് കിങ്കായിനെയും ഗോകുവിനെയുമാണ്. കായിസാമ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബബിൾ കുഞ്ഞിനെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കായിസാമയോട് ചോദിക്കുകയും ഇനി 135 ദിവസം കൂടിയുണ്ട് ആ സയന്മാർ ഭൂമിയിലേക്ക് എത്താൻ, നിനക്ക് ഇനി എന്ത് പരീക്ഷണമാണ് തരേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് കായിസാമ പറയുകയും ഇതേ സമയം ഗോകുവിനെ പേടിപ്പിക്കാൻ വേണ്ടി കായിസാമ ശ്വാസം ഉള്ളിലേക്ക് കുറെ വലിച്ചെടുക്കുകയും ഗോകുവിനെ അലറുകയും ഗോകുവിനെ കടന്നുപോയ ശബ്ദം ആ ഗ്രഹം മുഴുവൻ കറങ്ങി ചുറ്റി തിരിച്ചവരുടെ മുന്നിലേക്ക് തന്നെ വരികയും അത് കണ്ട് ഗോകു അത്ഭുതപ്പെടുകയും കായിസാമയുടെ കോപ്രായങ്ങൾ കാണുന്ന ഗോകുവിന് അത് ഇഷ്ടപ്പെടാതെ വരികയും കായിസാമ അങ്ങ് ശരിക്കും ദൈവം തന്നെയാണോ, അങ്ങക്ക് ശക്തികളുണ്ടോ എന്ന് ചോദിച്ച് കായിസാമയെ കളിയാക്കുകയും പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ അഗ്നിഗോളം പോലെ എന്തോ ഗോകുവിനെ വന്ന് അടിച്ചു പറത്തുകയും ശക്തനായി എന്റെ കായിസാമയെ നീ കളിയാക്കുന്നതോടായി വളരെ അരിശത്തോടെ ഗോകുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. കായിസാമ ഇവൻ എന്റെ അസിസ്റ്റന്റ് ആണെന്ന്, ഇവന്റെ പേര് ഗ്രെഗറി എന്നാണെന്ന്, ഇവനെ പിടിക്കുന്നതാണ് നിനക്ക് അടുത്തുള്ള ടാസ്ക് എന്ന് പറഞ്ഞ് ഗോകുവിന് വളരെയധികം ഭാരവും വലിപ്പവും കൂടി ഒരു ചുറ്റിയ ഗോകുവിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നീ ഗ്രെഗറിയെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് അതിന്റെ തലയിൽ ചുറ്റിയോ ചാഞ്ഞടിക്കുമ്പോൾ നീ ഈ പരീക്ഷണത്തിൽ ജയിക്കും, നിന്നെ അതിനുശേഷം നിനക്ക് ഞാൻ പരിശീലനം നൽകാം എന്ന് പറഞ്ഞ് ഗോകുവിനെ വിടുകയും ചെയ്യുന്നു. റോക്കറ്റിനേക്കാളും വേഗതയുള്ളവനാടാ ഞാൻ, എന്നെ നിനക്ക് പിടിക്കുവാനേ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗ്രെഗറി ഗോകുവിനെ അടിച്ചു പറത്തുകയും അവിടെ നിന്ന് പറന്നു പോവുകയും ഇത് കുറച്ച് സമയം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കായിസാമയും കുരങ്ങും അവിടെ നിന്ന് മാറിപ്പോവുകയും ഗോകു വളരെ പ്രയാസപ്പെട്ട ചുറ്റി ഉയർത്തിക്കൊണ്ട് ഗ്രെഗറിയുടെ പിറകെ അതിനെ പിടിക്കാൻ വേണ്ടി ഓടുകയും വീണ്ടും ദിവസങ്ങളായി തുടർന്ന പരിശീലനത്തിന്റെ ഫലമായി ഗോകു വളരെ എളുപ്പമായി തന്നെ ചുറ്റി ഉയർത്തിക്കൊണ്ട് ആ ഗ്രഹം മുഴുവൻ ഓടി നടന്ന ഗ്രെഗറിനെ അടിച്ചു പരത്താൻ ശ്രമിക്കുകയും എന്നാൽ ഗ്രെഗറി ഒഴികെ അവിടെ ഉണ്ടായിരുന്ന മരവും കാടും വീടും മേടും കാറും കുരങ്ങിനെ അടക്കം എല്ലാത്തിനെയും ഗോകു അടിച്ചു പരത്തുകയും ഗ്രെഗറിയെ മാത്രം തൊടുവാൻ പോലും സാധിക്കാതെ വിഷമിക്കുകയും കായസ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കാർ ഗോകു അടിച്ചു തകർക്കുന്നത് കാണുമ്പോൾ കായസ്വാമിക്ക് വളരെയധികം സങ്കടം വരുന്നു. ഗോകുവിന്റെ ചുറ്റിയ പ്രയോഗം കാരണം കായസ്വാമിയുടെ ആ ഗ്രഹം മുഴുവൻ കുണ്ടും കുടിയും വീണ് കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ശേഷം കാമിസാമയുടെ താവളത്തിൽ കാമിസാമ പരിശീലനം നൽകിക്കൊണ്ടിരുന്ന ടിയാൻ, യാംജ, ക്രില്യൻ, യാജിറോബി, ജോത്സു എല്ലാവരോടുമായി നിങ്ങളിപ്പോൾ ഞങ്ങളെക്കാളും ശക്തരായി കഴിഞ്ഞിരിക്കുന്നു. മിസ്റ്റർ പാപ്പോയ്ക്ക് എനിക്കും നിങ്ങൾക്ക് ഇതിനുമേൽ പരിശീലനം നൽകാനായി യാതൊന്നും തന്നെ ഇല്ല. യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചു വരണം, നിങ്ങളിപ്പോൾ വളരെ ശക്തനാണെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. എന്നാൽ മൈൻഡ് വോയിസിൽ ടിയാൻ ഗോകു നീ എത്രമാത്രം ശക്തനായി തിരിച്ചു വരാനാണ് പോകുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത് എന്നും പറഞ്ഞൊരു ചിരിച്ചിരിക്കുകയും ശേഷം കായസ്വാമിയുടെ പ്ലാനറ്റിൽ ഗോകു നശിപ്പിച്ചു കളഞ്ഞ കാർ കായസ്വാമ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതും ഗോകു ഗ്രെഗറിനെ പിടിക്കാൻ വേണ്ടി അതുവഴി വീണ്ടും ചുറ്റിക്കറങ്ങി നടക്കുന്നതും വീണ്ടും ഒരു സൂത്രപ്പണി ഉപയോഗിച്ചുകൊണ്ട് ഗോകു ചുറ്റിക ഗ്രിഗറിക്ക് നേരെ വലിച്ചെറുകയും ഗ്രിഗറി മുന്നോട്ട് തന്നെ പായുകയും ചെയ്യുമ്പോൾ ഗോകു എതിർദിശയിലേക്ക് ഓടുകയും ഗ്രിഗറിയുടെ മുന്നിൽ വരികയും ഗോകു പാഞ്ഞു വന്ന് ചുറ്റിക പിടിച്ചുകൊണ്ട് ഗ്രിഗറിയുടെ തലയിലേക്ക് പതുക്കെ ഒരു അടി അടിക്കുകയും ശേഷം ഗോകു ഗ്രിഗറിയോട് തമാശ രൂപത്തിൽ എന്റെ മുഴുവൻ ശക്തിയെടുത്താണ് അങ്ങേ അടിച്ചത്, അങ്ങേക്ക് പരിക്ക് വല്ലതും പറ്റിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. ഞാൻ കരിങ്കല്ലിനേക്കാളും ബലമുള്ളവനാണ്, എനിക്കതൊന്നും ഒരു പരിക്ക് ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞത് ചിരിക്കുകയും ഗോകു ഒന്ന് പതുക്കെ തട്ടിയപ്പോൾ തന്നെ ഗ്രിഗറിയുടെ തലമണ്ടയിൽ ഒരു മുഴ വന്നിരുന്നു. അത് കാണാതെ മറച്ചു വെച്ചുകൊണ്ടാണ് ഗ്രിഗറി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം കാണുന്ന കായസ്വാമ വളരെയധികം സന്തോഷിക്കുകയും ഞാൻ വിചാരിച്ചതെല്ലാം വളരെ ശരിയാണ്, ഗോകുവിന് ഉറപ്പായും കായോക്കൈൻ മാസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഒരുപാട് വർഷങ്ങളായി കായോക്കൈൻ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് പോലും അത് സാധിച്ചിട്ടില്ല, പക്ഷെ അത് പഠിച്ചെടുക്കാൻ ഗോകുവിന് ഉറപ്പായും സാധിക്കും എന്ന് പറഞ്ഞ് ഇനി 118 ദിവസങ്ങളോട്
കൂടിയുണ്ട് സയാന്മാർ വരാൻ. അതിനു മുന്നേ ഗോക്കു ഉറപ്പായും കായോക്കയും പഠിച്ചെടുക്കും എന്നും പറഞ്ഞ് കായോസാമ ചിരിക്കുകയും ഗോക്കു ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ യുദ്ധമറ പഠിച്ചെടുക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ച് കായോസാമ ഗോക്കുവിന് നേരെ അലറി ചോദിക്കും. അത് കണ്ട് സന്തോഷമാകുന്ന ഗോക്കു ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ഇതേ സമയം ഭൂമിയിൽ മാസ്റ്റർ റോഷിയും ബുൽമയും ഒരു മായമന്ത്രക്കാരി കാണുകയും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കും. അവരൊരു സ്പിയറിൽ കൂടെ ഭാവി കാണാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കാതെ വരികയും എനിക്ക് പോലും ഈ സമയത്തൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ വലിയ ആപത്താണ് നമുക്ക് വരാൻ പോകുന്നതെന്ന് പറയുക. അത് കേട്ട് മാസ്റ്റർ റോഷിയും ബുൽമയും വിഷമിച്ച് നിൽക്കുന്നതും മലയ്ക്ക് മുകളിൽ കയറി വന്ന ഗുഹാൻ പിക്കലോയെ വളരെ ശക്തമായി ഇടിക്കാൻ ശ്രമിക്കുന്നതും ഇതിലും ശക്തിയിൽ ഇടിക്കുക എന്നും പറഞ്ഞ് ഗുഹാനെ പിക്കലോ അടിച്ചു പറത്തുന്നതും കായോക്കൈൻ എന്ന ടെക്നിക് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഗോക്കുവിനെതിരെ നിന്ന് കായോസാമ വളരെയധികം സന്തോഷത്തിൽ അലറിച്ചിരിക്കുന്നതും ക്യാപ്സൂളിനുള്ളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ട് രണ്ട് സയന്മാർ ഭൂമിയെ നോക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. 1000 സബ്സ്ക്രൈബുകൾ നേടുവാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകളും കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.